എന്തൊക്കെ പറഞ്ഞാലും താൻ പുരുഷന്മാർക്കൊപ്പം ഉണ്ടാകുമെന്നും പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി തോന്നിയിട്ടില്ലെന്നും നടി പ്രിയങ്ക അനൂപ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. മെൻസ് കമ്മീഷൻ വരികയെന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഭാഗ്യമാണെന്നും പ്രിയങ്ക പറഞ്ഞു. പുരുഷന്മാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ തെളിയിക്കുന്നതുവരെ 6 മാസക്കാലം അവർ അനുഭവിക്കുന്ന വേദന ചെറുതല്ലെന്നും നടി വ്യക്തമാക്കി. സ്ത്രീകളോട് വിരോധമുള്ള ആളൊന്നുമല്ല ഞാൻ, പക്ഷേ പുരുഷന്മാർക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ് പുരുഷന്മാരെ അടിച്ചേൽപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഏൽപ്പിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു അസോസിയേഷൻ വരുന്നത് വരെ നല്ല കാര്യമാണ്. ശരിക്കും അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഞാനും ഒരു സ്ത്രീയാണ്, അമ്മയാണ്. പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് ഒരുപാട് ന്യായമുണ്ട്. അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവരണോ? എല്ലാവരും കൂടി ചേർന്ന് നിന്ന് പ്രതിരോധിക്കാനോ കഴിയുന്നില്ല. ഒരു ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടത്തോടെ വന്നാൽ തന്നെയും പുറത്തിറങ്ങി അവർ പറയുന്നത് എന്താണ്? ആ 6 മാസക്കാലം പുരുഷന്മാർ അനുഭവിക്കുന്ന വേദന അത് എന്താണെന്ന് എനിക്കറിയാം. ആ പുരുഷന്റെ ഭാര്യ, അമ്മ എന്നൊക്കെ പറയുന്നതും സ്ത്രീകൾ തന്നെയാണ്. അവർ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാകും? അവരുടെ ന്യായം തെളിയിക്കുന്നത് വരെ അവർ അത് അനുഭവിക്കുകയല്ലേ? ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ ഒരു ഹോട്ടൽ മുറിയിൽ ചെന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആ സ്ത്രീക്കും ആണ്. അവരാണ് അത് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ പുരുഷന്മാർക്ക് അത് എപ്പോൾ തെളിയിച്ചു കൊടുക്കാനാകുമോ? ഒരു പ്രശ്നമുണ്ടായാൽ പുരുഷന്മാരുടെ മുഖം മാത്രം കാണിക്കും, ആ സ്ത്രീയുടെ മുഖമങ്ങ് മറച്ചു വെക്കും. എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ മുഖം മാത്രം പുറത്തു കാണിക്കാത്തത്? ഏറ്റവും കൂടുതൽ ഒരു ലേഡി ഇപ്പോൾ ജയിൽ മോചിതയായി. അവൾ നല്ല രീതിയിൽ നടന്നു എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ അവർ മുൻപേ ചെയ്തിരുന്നു എങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ സംസാരിക്കില്ല. കാരണം എന്തിനാണ് സ്ത്രീകളെ മാത്രം പിന്തുണയ്ക്കുന്നത്? പുരുഷന്മാർക്ക് ഒരു സംഘടന ഉറപ്പായും വേണം. സ്ത്രീകൾ തെറ്റ് ചെയ്താൽ പുരുഷന്മാർക്ക് ലഭിക്കുന്നതിന് തുല്യമായ ശിക്ഷ ലഭിക്കണം. പുരുഷന്മാരെ മാറ്റി നിർത്തുകയല്ലല്ലോ വേണ്ടത്. ഒരുപാട് നിയന്ത്രിച്ച വീട്ടിൽ തളച്ചിട്ട ആളുകളല്ല പുരുഷന്മാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. പുരുഷന്മാർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. തിരുവനന്തപുരം ശംഖുമുഖത്ത് നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീയെ കിടത്തിയിട്ടുണ്ട്. ഒരു തുണിയിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. ആ പ്രതിമയുടെ അടുത്ത പുരുഷന്മാരുടെ ഒരു പ്രതിമ കൂടി വരച്ചിട്ട് കാണാൻ രസമുണ്ടാവുമല്ലോ. അതെന്താ ചെയ്യാത്തത് എന്നും പ്രിയങ്ക വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു.